അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നമ്മുടെ യാത്ര എത്തിച്ചേർന്നിരിക്കുന്നത് തളിപ്പറമ്പിലാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 30ാമത്തെ പരമ്പരയിൽപ്പെടുന്ന സയ്യിദ് അലി എന്ന സയ്യിദാലി തങ്ങളുടെ നേതൃത്വത്തിലാണ് മസ്ജിദ് സാദാത്തുൽ ഹളറമി എന്നു പേരുള്ള തങ്ങൾ പള്ളി തളിപ്പറമ്പിലെ കപ്പാലം എന്ന സ്ഥലത്ത് സ്ഥാപിക്കുന്നത്. യമനിലെ ഹളർ മൗത്തായിരുന്നു മഹാനവരുടെ സ്വദേശം. ഈ ദേശവുമായി ബന്ധപ്പെടുത്തിയാണ് മസ്ജിദ് സാദാത്തുൽ ഹളറമി എന്ന നാമകരണം ചെയ്യുന്നത്. സ്രാംബി എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറിയ മസ്ജിദായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് പലതവണ പുതുക്കി പണിയലിന് വിധേയമായിട്ടാണ് ഇന്നത്തെ ഈ രൂപത്തിലേക്ക് തങ്ങൾ പള്ളി മാറ്റപ്പെടുന്നത്. പള്ളിയുടെ ബാഹ്യ ഭാഗം കേരള വാസ്തുശാസ്ത്രവും അകത്തളങ്ങൾ ഏഷ്യൻ രീതിയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. മസ്ജിദിൻ്റെ ചുമരുകളിൽ കാണപ്പെടുന്ന ചുമർ ലിഖിതങ്ങളാണ് മറ്റു പള്ളികളിൽ നിന്നും തങ്ങൾ പള്ളിയെ വ്യത്യസ്തമാക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഴ്ത്തിക്കൊണ്ടുള്ള അറബി കവിയായ അസ്ലം ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കവിതകളും ഇസ്ലാമിലെ 4ാം ഖലീഫ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള സ്തുതികളും ഹദീസുകളുമാണ് ഈ ലിഖിതങ്ങൾ. ആദ്യകാലത്തെ നാട്ടുകൂട്ടം കോടതിയായിരുന്നു ഈ മസ്ജിദ്. 1905 മുതൽ 1945 വരെയുള്ള കാലഘട്ടത്തിൽ തളിപ്പറമ്പ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് മുനിസിപ്പൽ കോർട്ടിൽ നിന്നും കേസുകൾ സത്യം ചെയ്തതിന് ശേഷം തീർപ്പ് കൽപ്പിക്കാനായി തങ്ങൾ പള്ളിയിലേക്ക് അയക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ പ്രതിയും വാദിയും കോടതി ആമീനും പള്ളിയിൽ എത്താറുണ്ടായിരുന്നു. സിവിൽ കേസുകളിൽ ന്യായാധിപൻ്റെ വിധി നടപ്പിലാക്കുന്നതിൻ്റെ ചുമതലകളായിരുന്നു കോടതി ആമീൻ ഉണ്ടായിരുന്നത്. ജപ്തി ചെയ്യുക, കേസിന് ആസ്പദമായ വസ്തു പ്രതിയിൽ നിന്നും വാദിക്ക് ഒഴിപ്പിച്ചു കൊടുക്കുക, പ്രതിയിൽ നിന്നും വാദിക്ക് കിട്ടാറുള്ള തുക വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി പ്രതിയെ സിവിൽ വാറണ്ടിൽ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ചുമതലകളാണ് കോടതി ആമീൻ ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്തെ കോടതി ആമീനായിരുന്ന എസ് രാമനാഥ അയ്യർ പലപ്പോഴും ഇങ്ങനെ കേസുകൾ പരിഹരിക്കാൻ വേണ്ടി തങ്ങൾ പള്ളിയിൽ എത്താറുണ്ടായിരുന്നു. പള്ളിമുറ്റത്തെ കല്ലക്കയറിൽ പിടിച്ച് സത്യം ചെയ്യുന്നതിന് വേണ്ടി 16 പണവും, വിശുദ്ധ ഖുർആൻ വെച്ച് സത്യം ചെയ്യുന്നതാണെങ്കിൽ 21 22 പണവും, സയ്യിദാലി തങ്ങളെ മഖാം തുറന്നാണ് സത്യം ചെയ്യുന്നതെങ്കിൽ 100 101 പണവും നൽകണമായിരുന്നു. ഇങ്ങനെ നൽകേണ്ട പണം കോടതിയായിരുന്നു കണക്കാക്കിയിരുന്നത്. കേസ് വിധി ആയി കഴിഞ്ഞാൽ 3 അണയുടെ മുദ്രപത്രത്തിൽ രേഖപ്പെടുത്തി ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച് കോടതിക്ക് മുമ്പാകെ അയക്കുമായിരുന്നു. ഇങ്ങനെ നിരവധി കേസുകൾ ഇവിടെ വെച്ച് പരിഹരിച്ചു എന്നാണ് പഴമക്കാർ ഓർക്കുന്നത്. ഈ കേസുകളിൽ ബന്ധപ്പെട്ട മസ്ജിദ് സൂക്ഷിക്കുന്ന രേഖകളും ഈ കാര്യം സൂചിപ്പിക്കുന്നു. കോടതിയിൽ എത്താതെ നാട്ടുതർക്കങ്ങളും പള്ളിയിൽ വെച്ച് തീർക്കാറുണ്ടായിരുന്നു. 300 വർഷത്തിലേറെ പഴക്കമുള്ള ഈ മസ്ജിദിൽ ആദ്യകാലത്തുണ്ടായിരുന്ന ദർസ് പഠനം ഏറെ പ്രസിദ്ധമായിരുന്നു. മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. വളപട്ടണത്തിൽ വെച്ചാണ് സയ്യിദാലി തങ്ങൾ മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജനാദ വളപട്ടണത്തിൽ തന്നെ മറവ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചതാണെങ്കിലും ഖബർസ്ഥാനിലേക്ക് എടുക്കാൻ നേരം ജനാസക്ക് അതിയായ ഭാരവും അനുഭവപ്പെട്ടതും ഇതിനെ തുടർന്ന് സംശയം തോന്നിയ ജനക്കൂട്ടം ആ കാലഘട്ടത്തിലെ മതപണ്ഡിതരുമായി മുഷാവറ നടത്തുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷമായി കണക്കാക്കിയ തളിപ്പറമ്പ് മസ്ജിദിൽ തന്നെ ഖബറടക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മസ്ജിദിൻ്റെ അകത്തിൽ തന്നെ സയ്യിദാലി തങ്ങളടക്കം 7 ഖബറുകൾ കാണപ്പെടുന്നുണ്ട്. സയ്യിദാലി തങ്ങളെ 3ാമത്തെ പുത്രനായ സയ്യിദ് ഹസൻ തങ്ങളും പിതാവിൻ്റെ ഖബറിൻ്റെ അരികിലായി അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. കൂടാതെ സയ്യിദ് പരമ്പരയിൽ നിരവധി പേർ തങ്ങൾ പള്ളിയിൽ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഖബറെല്ലാം കുഴിച്ചവരെ മയ്യത്ത് എടുക്കാൻ മയ്യത്ത് പൊങ്ങുന്നില്ല. അപ്പോൾ എല്ലാവർക്കും കൂടി അവിടുത്തെ അന്നത്തെ കാരണന്മാരെല്ലാം പറഞ്ഞ് ഇവർ തളിപ്പറമ്പിൽ പള്ളി കണ്ടിട്ടുണ്ട്, നമുക്ക് അവിടത്തേക്ക് കൊണ്ടുപോയിട്ട് മറയാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ പിന്നെ അതൊരു യോഗം ചേരുമ്പോൾ ചേർന്നിട്ട് അങ്ങനെ എല്ലാവരും തീരുമാനിച്ചിട്ട് അങ്ങനെയാണ് മയ്യത്ത് പൊങ്ങിയത്. അങ്ങനെ ആ മൂപ്പറ കൊണ്ടതിൽ ഇവിടെ പിന്നെ മറയത് അതെ ചേർത്താണ്. പിന്നെ ഓരോ നേരം മൂത്ത മകനാണ് തൊട്ടപ്പുറത്തുള്ളത്. ആദ്യത്തെ ആദ്യത്തെ പഴയതിലാണ് മൂപ്പറ ആദ്യം കാണുന്നത് ഓരോ പിന്നെ മക്കളെയാണ്. തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് ഉയരം കുറഞ്ഞത് ഓരോ മൂത്ത മകൻ്റെതാണ്. അതിന് തൊട്ടപ്പുറത്തത് ആദ്യത്തത് ഓരോ മകൻ്റെതാണ്. ഓറ് കല്യാണം കഴിച്ച ഇവിടെയാണ്. എടാ ഇവിടെ പാറോൽ ആയിഷ തന്നെ ഓറ് കല്യാണത്താണ്. അത് ഒരു 2ാമത്തെ മകന് മകൻ്റെ മകനാണത് കേട്ടാ. ഒരു സയ്യിദാലിയാണ്.
ഇങ്ങനെയുള്ള മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി തരുമാറാവട്ടെ. നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.